മലപ്പുറത്ത് പാമ്പിനെ പോക്കറ്റിലിട്ട് യുവാവിന്റെ അഭ്യാസ പ്രകടനം എങ്ങനെയുണ്ട്? എടവണ്ണ ഒതായി അങ്ങാടിയിൽ ഇന്നലെയാണ് ഇതര സംസ്ഥാന തൊഴിലാളി പാമ്പുമായി എത്തിയത്. അണലി എന്ന് അവകാശപ്പെട്ടതായിരുന്നു അഭ്യാസം. അരുൺ അമൃതാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ ഒരിടത്ത് പാലുകാച്ച ഒരിടത്ത് കല്യാണം എന്ന് പറഞ്ഞതുപോലെ നമ്മളിങ്ങനെ ഒരിടത്ത് പരിശോധന ഒരിടത്ത് മരണം, ഈ തരത്തിൽ വളരെ ഭയപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇതുണ്ടായത്. എന്താണ് സംഭവം? അതേ മോത്തി, ഇത്തരത്തിലൊരു അമ്പരപ്പുണ്ടാക്കുന്ന സംഭവം കൂടിയാണ്. നാട്ടിൽ ഇത്തരത്തിൽ ചൂട് വർദ്ധിക്കുന്നതോടെ പാമ്പുകളൊക്കെ വീടുകളിലേക്ക് ഇറങ്ങുകയും നിരന്തരമായി ആളുകൾക്ക് കടിയേൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പാമ്പിനെ പോക്കറ്റിലിട്ട് ഒരു വ്യക്തി ഇത്തരത്തിൽ അഭ്യാസം നടത്തുന്നത് എന്നുള്ളതാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇന്നലെ എടവണ്ണ ഒതായി അങ്ങാടിയിലെ ചായക്കടയിൽ എത്തിയത്. ചായക്കടയിലെ അടുത്തിരുന്ന ആളോട് ഇത്തരത്തിൽ പാമ്പ് പോക്കറ്റിലുണ്ടെന്ന് പറയുകയും ചെയ്തു, കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതോടെയാണ് നാട്ടുകാർ അറിഞ്ഞത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെട്ടു. പലതവണ ഇയാളെ പാമ്പ് കടിക്കുന്നുമുണ്ട്. അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലൊക്കെ ഇന്നലെ തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തിരുന്നു. ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ വിഷമില്ലാത്ത പാമ്പാണെന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുന്നുണ്ട്. പലരും നാട്ടുകാരൊക്കെ കണ്ട അണലിയാണെന്നൊക്കെ തെറ്റിദ്ധരിക്കേണ്ട സാഹചര്യവുമുണ്ട്. അത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലാണ് ഇത്തരത്തിലൊരു അഭ്യാസം ഈ ഇതര സംസ്ഥാന തൊഴിലാളി നടത്തിയത് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും ഇയാളെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചിട്ടുമുണ്ട്. മോത്തി, ശരി. അതിഥിയാണ് മോനെ, അതിഥി. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതായിരിക്കും ചിലപ്പോൾ അവസ്ഥ, പക്ഷെ കേരളത്തിലെ സ്ഥിതി വേറെയാണ്. നമ്മൾ ഇതിനെയൊക്കെ വളരെ ഗൗരവമായി കാണുന്ന കൂട്ടത്തിലാണ്. മറ്റൊന്നുമായും കൂട്ടി ബന്ധിപ്പിക്കാൻ നമ്മൾ തയ്യാറല്ല. ഇതിനെ പ്രകൃതിയിൽ ഉള്ള ഒരു ഇഴജന്തു, ഉരകം എന്നും അത് കടിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണ് എന്നും അതിന് കൃത്യമായ പരിശോധനയും ചികിത്സയും വേണമെന്നും ശാസ്ത്രീയമായി നമ്മളൊക്കെ അതിനെ മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് എന്ന് ഇയാളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഡിസ്ചാർജായി എങ്ങോട്ടായിരുന്നു പോയത് എന്ന് ഒരു കണ്ണ് വയ്ക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലെ അഭ്യാസ പ്രകടനത്തിന് സാധ്യതയുണ്ട്.